വെള്ളത്താൽ ചുറ്റപ്പെട്ട കോട്ടയം ജില്ലയിലെ കല്ലറ പഞ്ചായത്തിലെ 12 കിലോമീറ്ററോളം ദൈർഘ്യം വരുന്ന തറേത്താഴം തോട് പായലും പോളയും നിറഞ്ഞ നീരൊഴുക്ക് നിലച്ച് മാലിന്യവാഹിനിയായി മാറിയത് ഗുരുതര ആരോഗ്യ ഭീഷണി ഉയർത്തുന്നതായി പരാതി. തോടിനോട് ചേർന്ന് വീടുകളിലെ കിണർ വെള്ളം മലിനമാണ്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അടക്കം കോടിക്കണക്കിന് രൂപയുടെ ശുചിത്വ ശുചീകരണ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് ജലസ്രോതസ് രോഗഭീതി ഉയർത്തുന്നത്. കാർഷിക മേഖലയ്ക്കും നിലവിലെ സാഹചര്യം ഭീഷണി ഉയർത്തുന്നുണ്ട്. കല്ലറ പഞ്ചായത്തിന്റെ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്താനും കഴിയാത്ത സാഹചര്യമാണ് ഇതുമൂലം നിലനിൽക്കുന്നതെന്നും മഴക്കാലം എത്തുന്നതിന് മുന്നേ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ അടിയന്തര നടപടികൾ വേണമെന്ന് വാർഡ് മെമ്പർ കൂടിയായ അരവിന്ദ് ശങ്കർ പറഞ്ഞു. കല്ലറ പഞ്ചായത്ത് എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടും വളരെ പിന്നോക്കം നിൽക്കുന്ന പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിനെ ചുറ്റിക്കൊണ്ട് ഏതാണ്ട് 12.5 കിലോമീറ്ററോളം തോടുകളുണ്ട്. 4/3 ഭാഗവും തോടുകളാൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് കല്ലറ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ പായലും പോളയും അതുപോലെ തന്നെ ഈ വെള്ളത്തിലിറങ്ങിയിരിക്കുന്ന രാസമാലിന്യങ്ങളെ പോലുള്ള മറ്റു വിഷയങ്ങളുമാണ്. ഇതിനെ ശുദ്ധീകരിക്കാനോ കൃത്യമായി കൊണ്ടുവരാനായിട്ടോ ഇതുവരെ സർക്കാർ നമ്മൾ പല രീതിയിൽ സമീപിച്ചു. മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എല്ലാം നമ്മൾ എല്ലാ നിവേദനങ്ങളും എല്ലാം കൊടുത്തു. പക്ഷേ അതുപോലെ കളക്ടർ സമീപിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ രീതിയും നോക്കിയിട്ടും യാതൊരു രീതിയിലുള്ള ഒരു പരിഗണന നമുക്ക് കല്ലറ പഞ്ചായത്ത് തരുന്നില്ല. പഞ്ചായത്തിനെ കൊണ്ട് മാത്രമായിട്ട് ഒരിക്കലും സാധിക്കില്ല. കാരണം എൻ്റെ അറിവിൽ ഏകദേശം ഒരു 3 കോടിയോളം രൂപ ഇതിനു വേണ്ടി ചിലവാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചിലവാക്കിയാൽ തീർച്ചയായിട്ടും ഈ നാട്ടിൽ ടൂറിസം സാധ്യതയ്ക്ക് ഏറ്റവും വലിയ ഒരു അനുകൂലമായ തരംഗം ഉള്ള സ്ഥലമാണ് കല്ലറ പഞ്ചായത്ത്. അതിനു വേണ്ടിയിട്ട് തന്നെ ഒരു വ്യക്തി ഇവിടെ ടൂറിസം അവർ ശിക്കാര ബോട്ട് എടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ വെറുതെ ഇട്ടേക്കുക. ഉൾനാടൻ മത്സ്യബന്ധനം ഇപ്പോൾ ഇവിടെ ഇല്ല. ഉൾനാടൻ മത്സ്യബന്ധനമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ മത്സ്യത്തൊഴിലാളികളൊക്കെ വീട്ടിൽ വെറുതെ ഇരിക്കുക. മറ്റു പല പണിക്കും പോയി എന്നെ അത് സിപ്പൊക്കെ വിൽക്കാനായിട്ട് നടക്കുന്ന ആൾക്കാർ വരുന്നുണ്ട്. അതുപോലെ സംരംഭങ്ങൾ ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു നാടിന്റെ ജീവനാഡിയായ മുണ്ടാർ, കളമ്പുകാട്, മുടക്കാലിത്തോടും കൊടുത്തുരുത്ത് ഭാഗത്തുള്ള KV കനാലും ഇന്ന് പായലും പോളയും മാലിന്യവും നിറഞ്ഞ് മലിനമായിരിക്കുകയാണ്. ഇതെല്ലാം ഗുരുതരമായ ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. i4 ന്യൂസ്, ഏറ്റുമാനൂർ.